സച്ചിൻ ദാസ് മാക്ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ പീത്ത് ടേം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പീത്ത് ടേം തന്നിട്ടുണ്ട്. നോർത്ത് പോയിന്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയുന്ന കാര്യമാണ്. കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പീത്ത് ടേമും ക്യൂത്ത് ടേമും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടത് എന്താണ്? പി ക്യൂത്ത് ടേം. പി ക്യൂത്ത് ടേം എന്ന് പറയുമ്പോൾ nth ടേമിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. എന്താ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ പി ക്യൂത്ത് ടേം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണോ വേണ്ടത്? പി ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ ഇതിൽ എന്തൊക്കെ അറിയണം? പി ക്യു, ഓക്കെ, പി ക്യു മൈനസ് 1 അതൊന്നും അറിയാനില്ല. എ എനിക്കറിയില്ല, ഡിയും അറിയില്ല. എ അറിയോ നിങ്ങൾക്ക്? അറിയെങ്കിലും ഇല്ല, ഡിയും അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ആദ്യം തന്നെ എയും കാണണം, ഡിയും കാണണം. അപ്പോൾ ആദ്യം അത് കാണാനായിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ എയും ഡിയൊക്കെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ക്ലൂ വെച്ചിട്ട് പീത്ത് ടേം തന്നിട്ടുണ്ടായിരുന്നു. പീത്ത് ടേം എന്ന് പറയുമ്പോൾ 1/q ആണ് തന്നിട്ടുണ്ട്. നമുക്കതിനെ എഴുതാനും അറിയാം. nth ടേം എഴുതുന്ന ആൾക്ക് പീത്ത് ടേം എഴുതാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ? നമുക്ക് nth ടേം എന്ന് എങ്ങനെ എഴുതാം? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എഴുതുന്ന പോലെ പീത്ത് ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് p മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എന്താണെന്ന് അവർ തന്നിട്ടുണ്ട്? 1/q. ഇത്രയേ ഉള്ളൂ. അതേപോലെ ക്യൂത്ത് ടേം തന്നിട്ടുണ്ട്. ക്യൂത്ത് ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു എന്താണ്? 1/p. ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ഒന്നെങ്കിൽ a കാണണം, അല്ലെങ്കിൽ d കാണണം. ഞാനിവിടെ കാണാൻ പോകുന്നത് a അല്ല, d ആണ്. അപ്പോൾ a മൈനസ് ചെയ്ത് പോകേണ്ടി വരും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി മൈനസ് ചെയ്തു. അങ്ങനെ മൈനസ് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് കിട്ടും? എ കിട്ടും. എ അല്ലേ? എയോ അല്ലല്ലോ, എന്ത് കിട്ടും? നിങ്ങളെല്ലാവരും എ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എ കിട്ടും അല്ലേ? അങ്ങനെയാണോ ചിന്തിച്ച്? അല്ല, ഡി തന്നെ കിട്ടും അല്ലേ? എ കാരണം എയും എയും മൈനസ് ചെയ്ത് പോവും. കണ്ടോ സ്റ്റെപ്പ് നോക്കി. എയും എയും ഈ എയും മൈനസ് ചെയ്തു. മൈനസ് ചെയ്തപ്പോൾ 0. എ മൈനസ് എ ചെയ്ത് കഴിഞ്ഞാൽ 0 അല്ലേ? അത് പോയി. പിന്നെ ഈ ടേം മൈനസ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യും. കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ഈ ഡിനെ ഉള്ളിലേക്ക് എടുക്കാനുണ്ട്. അപ്പോൾ പി ഡി വരും അല്ലേ? ഈ ഡിയും ഉള്ളിലേക്ക് എടുത്താൽ ആദ്യത്തെ ടേം ചെയ്ത പോലെ രണ്ടാമത്തെ ടേം ഏതാണ്? 1 ആണ്. അത് അതിനും ചെയ്യണ്ടേ? അപ്പോൾ പി ഡി മൈനസ് 1D. ആ വണ്ടി അല്ലേ? വണ്ടി നോ ആ വണ്ടിയല്ല, ഈ വണ്ടി വേറെ വണ്ടി പോയി. അപ്പം ഇനി ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആളെ ആദ്യം സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഡി ഉള്ളിലേക്ക് എടുക്കാനുണ്ട്, ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും? ക്യൂ ഡി മൈനസ് 1D. ഓക്കെ, ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരാളെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? 1/q മൈനസ് 1/p സോൾവ് ചെയ്തു, ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 പിയും എന്ത് വരും? ഇൻറ്റു ചെയ്യേണ്ടി വരും ആദ്യം. അപ്പോൾ 1 ഇൻറ്റു പി. അതുപോലെ ക്രോസ് ചെയ്യണം. ക്രോസ് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ 1 ഇൻറ്റു ക്യൂ ബൈ പി ക്യൂ. സ്ട്രേറ്റ് ചെയ്യും വേണം അല്ലേ? അപ്പോൾ പി ഇൻറ്റു ക്യൂ അല്ലെങ്കിൽ ക്യൂ ഇൻറ്റു പി ക്യൂ അല്ലെങ്കിൽ ക്യൂ പി എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഇവിടെ ഞാൻ പി ക്യൂ എന്ന് എഴുതിയിട്ട് നോക്കൂ. നമ്മൾ നേരത്തെ കണ്ട ആ സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾ കുഞ്ഞ് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല. ഇതുവരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കി, 1 ക്യാൻസൽ ആയി പോയില്ലേ? ഇനിയിപ്പോൾ അവരെ നമ്മൾ ചിന്തിക്കേണ്ട, അവർ പോയി 0 അല്ലേ? പിന്നെന്താ ഉള്ളത്? പി ഡി മൈനസ് ക്യൂ ഡി. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? എ ആണോ? ഇപ്പോഴും എയിൽ നിൽക്കുകയാണോ? അല്ല, ഡി ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഡി വേണം. അപ്പോൾ ഡി ഇവിടെ നിർത്തി. പി മൈനസ് ക്യൂ. ഇവിടെ ഉണ്ടല്ലോ പി മൈനസ് ക്യൂ, ഇവിടെ ഉണ്ടല്ലോ പി മൈനസ് ക്യൂ. നമ്മളിവിടെ റൈറ്റ് സൈഡും കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ലെഫ്റ്റ് മാത്രമാണ് ചേഞ്ച് ഉള്ളൂ. അതുകൊണ്ടാണ് ലെഫ്റ്റ് മാത്രം പറഞ്ഞു പോകുന്നത്. റൈറ്റ് സൈഡ് ഒരു ചേഞ്ച് ഇല്ല, അതുകൊണ്ടൊന്നും പറയണ്ടല്ലോ. അങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ഇവിടെയും പി മൈനസ് ക്യൂ ഉണ്ട്, ഇവിടെയും പി മൈനസ് ക്യൂ ഉണ്ട്. ക്രോസ് ചെയ്യുക. ബാക്കി എന്ത് വരും? ഡി ഈക്വൽ ടു 1/p.
കഴിഞ്ഞില്ലേ? ഡി കിട്ടി. ഇനി ഈ ഡി വെച്ചിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഞാൻ പറഞ്ഞു തുടക്കത്തിൽ എനിക്ക് എന്ത് വേണം? ഡിയും അറിയില്ല, എയും അറിയില്ല അല്ലേ? നമ്മൾ ആദ്യം തന്നെ പി ക്യൂത്ത് ടേം അപ്പം ചെയ്തുതരാം. nth ടേമിൻ്റെ ഇക്വേഷനിൽ സോൾവ് ചെയ്തു. എയും അറിയില്ല, ഡിയും അറിയില്ല. പരാജയപ്പെട്ടു, സന്തോഷമായി അല്ലേ? അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആൻസർക്ക് തുല്യം അല്ലേ? അപ്പം ഡി കണ്ടു. ഇനി എന്തും കൂടി കാണണം, എ കാണണം. അപ്പം എ കാണാൻ വേണ്ടിയിട്ട് ഡി എ എന്ത് ചെയ്യുക? ആദ്യത്തെ ഇക്വേഷനിൽ നമ്മൾ ആദ്യം ചെയ്ത ഇക്വേഷൻ ഒന്നെങ്കിൽ അധികം കൂട്ടിനോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കും. ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷനാണ് കൊടുത്തത്. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ ഡിയുടെ വാല്യൂ ഡിയുടെ പ്ലേസിൽ കൊടുത്തു. ഡി എവിടെയാണെന്ന് എന്താ? എ പ്ലസ് പി മൈനസ് 1 ഇൻറ്റു ഡി. ഈ ഡിയുടെ പ്ലേസിൽ ഡിയുടെ വാല്യൂ കൊടുക്കുക ഈക്വൽ ടു 1/q എന്നായിരുന്നു. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് 1/pq കൊടുത്തപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചേ? ഈ ആളെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ടേമിനെ പി ഇൻറ്റു 1/pq, അതുപോലെ 1 ഇൻറ്റു 1/pq ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/q. അപ്പം എ പ്ലസ് എ ആണ് നമുക്ക് വേണ്ടത്. പിയും ക്യാൻസൽ ആവും, ബാക്കി എന്ത് വരും? 1/q. ഓക്കെ, ഇവിടെയും 1/q ഉണ്ട്, ഇവിടെയും 1/q ഉണ്ട്. ക്രോസ് ചെയ്യുക, ആൻസർ എന്ത് വരും? എ മൈനസ് 1/pq. ഇയാൾ മാത്രം ഇവിടെ ഉണ്ടാവും, ഇയാളും ഉണ്ടാവും. അപ്പം എ മൈനസ് 1/pq ഇസ് ഈക്വൽ ടു ഇതൊക്കെ പോയി 0 അല്ലേ? അപ്പം എന്ത് വരും? ഇയാളെ ഈ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ എ ഈക്വൽ ടു 1/pq. അപ്പം എ കിട്ടിയേ. സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് നോക്കി തന്നെ ചെയ്യണം, ചെയ്ത് നോക്കുക. അപ്പോൾ പീത്ത് ടേം നമ്മൾ ആദ്യം എഴുതി വെച്ചിരുന്നു തുടക്കത്തിൽ. എനിക്കിപ്പോൾ ചെയ്യണം, ഇപ്പോൾ എയും അറിയില്ല, ഡിയും അറിയില്ല. അപ്പം സന്തോഷമായി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റെപ്പിലേക്ക് വീണ്ടും പോവുകയാണ്. എയും കിട്ടി, ഡിയും കിട്ടി, ഡണ്ടനൊക്കെ അല്ലേ? എയും കിട്ടി, ഡിയും കിട്ടി, സന്തോഷമായി. അങ്ങനെ ഇരുന്നാൽ മതിയോ? അല്ല, നമുക്കത് കാണണം. അപ്പോൾ പി ക്യൂത്ത് ടേം ഈസ് ഈക്വൽ ടു എ പ്ലസ് പി ക്യൂ മൈനസ് 1 ഡി. അപ്പോൾ എ എന്ന് പറയുന്നത് 1/pq ആണ്, പ്ലസ് പി ക്യൂ മൈനസ് 1/pq. അപ്പോൾ ആൻസർ എന്താ വരിക? 1/pq പ്ലസ് ഇയാളെ ഉള്ളിൽ എടുക്കാനുണ്ട്. ഇയാളെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പാവല്ലേ, പുറത്തിരിക്കുന്ന കണ്ടില്ലേ? ഇയാളെ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തോ. അപ്പോൾ ഇയാളെ ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ എന്ത് വരും? pq/1/pq. 1 ഇൻറ്റു 1/pq, 1 ഇൻറ്റു 1/pq, 1/pq. ഇയാളെ സോൾവ് ചെയ്യാൻ പറ്റും. എന്തായാലും ആൻസർ 1. ഇയാൾ മൈനസ് ചെയ്ത് പോയി 0. അപ്പം ആൻസർ 1 ആണെന്ന് കിട്ടി. അപ്പോൾ പി ക്യൂത്തിട്ട് നമുക്കിപ്പോൾ എന്താ ഇപ്പം ഉണ്ടായേ? 1 ആണ് കിട്ടുക. ഓക്കെ, അത്രയേ ഉള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത